പറയുമ്പോ ഫോർത്ത് എസ്റ്റേറ്റ് ഡെമോക്രസി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിക്കേ, അടിസ്ഥാന പ്രശ്നങ്ങൾ, നമ്മുടെയൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും എന്നെങ്കിലും അഡ്രസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഗ്ലാമറാ പറയുമ്പോ, പറച്ചില് മാത്രമുള്ളത്. എവിടെയും കയറി ചെല്ലാം, ആരോട് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇവിടെ കുടുംബത്തെ നോക്കാൻ കൃത്യമായിട്ട് പൈസ കിട്ടുന്ന എത്ര മാധ്യമ പ്രവർത്തകരുണ്ട്? ശമ്പളത്തിന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. ഈ മാനേജ്മെന്റിന്റെ അജണ്ടയും വെച്ച് ചോദ്യങ്ങളും റിപ്പോർട്ടിങ്ങും സെറ്റ് ചെയ്യുമ്പോ തോന്നും ഈ പണിക്ക് ഇറങ്ങണ്ടായിരുന്നു. പരസ്യം കിട്ടിയാലേ സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാവും. വരുമാനം ഉണ്ടെങ്കിലേ നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. ഇല്ലേ നമ്മുടെ കുടുംബം പട്ടിണിയാവും. എത്തിക്സ് വേണോ ചിക്കിലി വേണോ, അത് നീ ആലോചിക്കും. അരുൺ ഈ മാനേജ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് കാലം കുറേ. അപ്പൊ അരുൺ മാനേജ്മെന്റിനോടല്ല എനിക്ക് കൂറ്, മനസ്സിലായ? ഞാൻ പെയ്ഡ് ന്യൂസ് ചെയ്യും, വാർത്ത പൂഴ്ത്തി വെക്കും, ചിലപ്പോൾ സത്യമില്ലാത്ത വാർത്ത കൊടുത്തുന്നിരിക്കും. എന്റെ കൂറ് എന്നോട് മാത്രമാണ്, മാനേജ്മെന്റിനോടല്ല. ഓക്കെ? എന്തായാലും നീ ഇത്തിരി ഓവറാ. കുറച്ചൊക്കെ എത്തിക്സ് ഒക്കെ ആവാം. എത്തിക്സ് ഒക്കെ നീ കൈപിടിച്ചോണ്ടിരുന്നോ? എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. എന്റെ അൻസാറെ, മനുഷ്യരെ മൊത്തം ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മതങ്ങളാ. അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം ഈ എത്തിക്സിനും മാനസികതയ്ക്കൊക്കെ എന്ത് വിലയുണ്ടെന്ന് ഈ പറയുന്നത്? നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് 3 കാര്യങ്ങളാണ്. 1 രാഷ്ട്രീയം, 2 മതം, 3ാമത്തേത് മാധ്യമം. ഈ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിനിമ ഉൾപ്പെടും കേട്ടോ. പിന്നെ ഇവരെല്ലാവരും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. പ്രത്യക്ഷത്തിൽ പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവിടെ 130 കോടി മനുഷ്യരുണ്ട്. ഈ മനുഷ്യരൊക്കെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇവരാ. ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, ഈ നിയന്ത്രണങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൃത്യമായ പ്രൊപ്പഗാൻഡയുണ്ട്, കൃത്യമായ സ്ട്രാറ്റജിയുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. അവരതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനാണ് ബൈ. അതിലിപ്പോ നമുക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ ഓർത്താ നമ്മുടെ തലപൊളി. ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ദാണ്ടെ നമ്മൾ ചിന്തിക്കാതിരിക്കും, അത്രേ ഉള്ളൂ. മതം മാത്രമല്ല, ഏതൊരു ഫാസിസ്റ്റ് ശക്തിയുള്ള ഏതൊരു ഭരണകൂടമുള്ള സ്ഥലത്തും പൗരാവകാശത്തിനും പൗര സ്വാതന്ത്ര്യത്തിനും പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാകത്തില്ല.